നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം വിഭാഗം ലീഗിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചേക്കും. SSF ധർമ്മജാഗരണ യാത്രയുടെ ഭാഗമായി മലപ്പുറത്ത് നടത്തിയ ചർച്ചയിൽ ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. മുസ്ലിം രാഷ്ട്രീയം സമുദായത്തോട് ചെയ്തതെന്ത് എന്ന വിഷയത്തിൽ മലപ്പുറം കോട്ടക്കലിലാണ് സമ്മേളനം നടന്നത്. മുസ്ലിം ലീഗ് എന്ന ആശയം തന്നെ മതേതര രാജ്യത്ത് അപകടമാണെന്നാണ് ഇതിൽ SSF നേതാക്കൾ ഉന്നയിച്ച വാദം. ഇവിടെ ഒരു മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഒരു ഹിന്ദു ലീഗ് ഉണ്ടായിക്കൂടാ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ലീഗ് ഉണ്ടായിക്കൂടാ എന്ന പ്രസക്തമായ ചർച്ചയിലേക്കാണ് SSF ഇത്തരത്തിലുള്ള ചർച്ചാ വേദികൾ തയ്യാറാക്കുക മുഖേന ബഹുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് അനുകൂലമായി നിലപാടെടുത്തുവെന്നാണ് കാന്തപുരം വിഭാഗം അവകാശപ്പെട്ടിരുന്നത്. പരസ്യമായി ലീഗിനെതിരെ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നില്ല. എന്നിട്ടും കഴിഞ്ഞ 5 വർഷം മുസ്ലിം ലീഗ് വേണ്ട വിധം തങ്ങളെ പരിഗണിച്ചില്ലെന്ന് ഇവർ വിലയിരുത്തുന്നു. വഖഫ് ബോർഡിന്റെ ഇടപെടലുകളിലും മണ്ണാർക്കാട് AP വിഭാഗം പ്രവർത്തകർ കൊല്ലപ്പെട്ട വിഷയത്തിലും ലീഗിന്റെ നിലപാട് സമസ്തക്ക് വഴങ്ങുന്നതായിരുന്നുവെന്ന പരാതിയും ഇവർക്കുണ്ട്. ഇതാണ് AP വിഭാഗത്തിന്റെ എതിർപ്പിന് കാരണം. പല മഹല്ലുകളിലും കലാപകലുഷിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല മേഖലകളിലും കൃത്യമായ രാഷ്ട്രീയവൽക്കരണത്തിന്റെ പേരിലുള്ള പോരാട്ടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ചർച്ചയിൽ KT ജലീൽ MLA, CK അബ്ദുൽ അസീസ്, MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി എന്നിവർ പങ്കെടുത്തു. BK സുഹൈൽ, മീഡിയ 1, മലപ്പുറം. അതിഥികൾ ചേരും ഈ ചർച്ചയ്ക്കായി ടെലിഫോൺ ലൈനിൽ. അതിനു മുൻപ് BK സുഹൈൽ ഉണ്ട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. സുഹൈൽ, ലീഗ് അനുകൂലമായ നിലപാടുകൾ പല കാര്യങ്ങളിലും എടുത്തില്ല എന്ന പരാതി ഇവർക്കുണ്ട്, AP വിഭാഗത്തിനുണ്ട്. അതിലപ്പുറത്തേക്ക് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിഫലിക്കുക, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെ ഒരു നിലപാടെടുക്കുക എന്നതും മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം ലീഗിന് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതിലൊക്കെ അപ്പുറം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതെ പ്രസാദ്, ഇന്നലെ നടന്ന സെമിനാറിൽ ഉണ്ടായ ഒരു വാദം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അസ്തിത്വം തന്നെ അത് ഒരു മതേതര രാജ്യത്ത് മുസ്ലിം ലീഗ് എന്നുള്ള തരത്തിൽ ഒരു സാമുദായികമായി സംഘടിക്കുന്നത് തന്നെ തെറ്റാണ് എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളാണ് ഇന്നലെ ഉയർന്നു വന്നത്. അത്തരമൊരു പാർട്ടി ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ഈ പുതിയ സാഹചര്യത്തിൽ ഹിന്ദുക്കൾ വെവ്വേറെ സംഘടിക്കുകയും ക്രിസ്ത്യാനികൾ വെവ്വേറെ സംഘടിക്കുകയും ചെയ്യുന്നത് മതപരമായി ന്യൂനപക്ഷത്തിന് തന്നെ ക്ഷീണം ചെയ്യും എന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഇന്നലെ സെമിനാറിൽ ഉയർന്നത്. ഒരു മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ അവിടെ ഹിന്ദു ലീഗും ക്രിസ്ത്യൻ ലീഗും ഉണ്ടാകും എന്നും അത് സാമുദായികമായി മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ആത്യന്തികമായി ക്ഷീണം ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ഒരു വാദമാണ് ഇന്നലെ സെമിനാറിൽ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്നുള്ള അസ്തിത്വത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാദമാണ് ഇന്നലെ ഉയർന്നു വന്നത്. സുഹൈൽ, പ്രധാനമായും ഇവരുടെ പരാതികൾ ഈ ഭരണം വന്നതിന് ശേഷം ഏതൊക്കെ മേഖലകളിൽ അവഗണിക്കപ്പെട്ടു എന്നതാണ് ഇവരുടെ പ്രശ്നം? പ്രത്യേകിച്ചും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. മുസ്ലിം മഹല്ലുകളിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളിൽ ഒരു വിഭാഗത്തിനോട് കൂടെ നിന്നു എന്നുള്ളതാണ് AP വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മലപ്പുറം ജില്ലയിലടക്കം ഒരുപാട് കേന്ദ്രങ്ങൾ, പള്ളിക്കൽ ബസാർ, അതേപോലെ തന്നെ തച്ചണ്ണ പോലെയുള്ള പ്രമാദമായ ഒരുപാട് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ ഉണ്ടായിരുന്നു. ആ കേസുകളിൽ എല്ലാം തന്നെ AP വിഭാഗത്തിന് അനുകൂലമായ ഒരു നിലപാടല്ല വഖഫ് ബോർഡ് സ്വീകരിച്ചത് എന്നും മുസ്ലിം ലീഗിലെ തന്നെ പ്രമുഖരായ ചില ആളുകൾ AP വിഭാഗത്തിന് അനീതി കാണിക്കുന്നതിൽ പ്രവർത്തിച്ചു എന്നുള്ള വികാരം AP വിഭാഗത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മണ്ണാർക്കാട് 2 AP വിഭാഗം പ്രവർത്തകർ കൊല ചെയ്യപ്പെടുകയുണ്ടായി. അത് മറു വിഭാഗത്തിലുള്ള ആളുകളാണ് അത് ചെയ്തത് എന്ന് AP വിഭാഗം ആരോപിക്കുന്നു. അതോടൊപ്പം അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ MLA അടക്കമുള്ള ആളുകൾ ഈ കൊല ചെയ്ത ആളുകൾക്ക് വേണ്ടി നിലനിന്നു എന്നും AP വിഭാഗം പ്രവർത്തകർക്ക് നീതി ലഭിച്ചില്ല എന്നുമുള്ള വലിയ ഒരു പ്രതിഷേധം ഈ കാലയളവിൽ ഉണ്ടായിരുന്നു. ഈ കാലയളവിൽ എല്ലാം തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാരുമായി നേരത്തെ ഉണ്ടാക്കിയ ചില സഹകരണമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്ക് അനുസൃതമായിട്ടല്ല മുസ്ലിം ലീഗ് നീങ്ങിയത് എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് AP വിഭാഗത്തിനുള്ളത്. അതാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുഹൈൽ, ദയവായി തുടരുക. TP അഷ്റഫ് അലിയുണ്ട്, MSF സംസ്ഥാന പ്രസിഡന്റ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. അഷ്റഫ് അലി, ഇവിടെ കാന്തപുരം വിഭാഗം
കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വിഭിന്നമായി പഴയ നിലപാടിലേക്ക് പോവുകയാണ് എന്നതിന്റെ സൂചനയാണ് തരുന്നത് എന്ന് തോന്നുന്നു. കഴിഞ്ഞ ഈ കാലയളവിൽ UDF സർക്കാർ അവരോട് നീതി കാട്ടിയില്ല എന്ന പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവർ അങ്ങനെ കടുത്തൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കുമെന്നൊന്നും വ്യക്തമാക്കുന്നില്ലെങ്കിൽ പോലും അതിന്റെ സൂചനകളാണ് തരുന്നത്. അഷ്റഫ് അലി, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളവും അതേപോലെ തന്നെ UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളവും എല്ലാ വിഭാഗം ആളുകളോടും വളരെയധികം സമദൂരപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും അവർക്ക് ആവശ്യമായ പരിഗണന കൊടുത്തുകൊണ്ടുമുള്ള ഒരു ഭരണവും ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമാണ് ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. അത് തുടർന്നും അനുവർത്തിച്ചു പോരുകയും വിവിധങ്ങളായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും നിലനിൽക്കെ തന്നെ സഹകരിക്കേണ്ട മേഖലയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന ഒരു രീതിയാണ് മുസ്ലിം ലീഗിനുള്ളത്. അത് തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകും. ഏതെങ്കിലും വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളിൽ കൃത്യമായും സംസാരിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള നേതൃപരമായ പങ്ക് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നതാണ്. അതെ അഷ്റഫ് അലി, സ്വാഭാവികമായും വ്യത്യസ്തമായ സംഘടനകളാണ്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ, പൊതു താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഒരു നിലപാടെടുക്കുക. കഴിഞ്ഞ വർഷം അങ്ങനെ ലീഗിന് അനുകൂലമായൊരു നിലപാട് AP വിഭാഗം എടുത്തു എന്ന് നമുക്കറിയാവുന്നതുമാണ്. ഇത്തവണ അത് മറിച്ചൊരു നിലപാടിലേക്ക് പോകുന്നുവെങ്കിൽ അതിൽ അതൃപ്തിയുണ്ട് എന്ന കാര്യം വ്യക്തമല്ലേ? അല്ല, അവരുടെ രാഷ്ട്രീയപരമായ നിലപാടൊന്നും അവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും പ്രത്യേകമായ പ്രശ്നങ്ങൾ നേരത്തെ മീഡിയ വൺ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഏതെങ്കിലും പ്രത്യേകമായ പ്രദേശങ്ങളിലെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അവർക്ക് അതൃപ്തിയോ മറ്റുള്ള വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് നേതൃത്വമായി സംസാരിച്ച് അതിൽ മുസ്ലിം ലീഗ് നേതൃത്വമോ അതല്ലെങ്കിൽ മന്ത്രിമാരുൾപ്പെടെയുള്ള ഭരണ നേതൃത്വമോ ഏത് രീതിയിലാണ് ഇടപെട്ടത് എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും തുടർന്ന് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അനിഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. വഖഫ് ബോർഡിന്റെ സമീപനം, അതുപോലെ തന്നെ മണ്ണാർക്കാട്ടുണ്ടായ പ്രശ്നങ്ങൾ, ഇവിടെയൊക്കെയാണ് വലിയ രീതിയിലുള്ള അതൃപ്തിയും വിമർശനവും അവരുടെ ഭാഗത്തുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നേതൃത്വവുമായി ആലോചിച്ച് ആ സമയത്ത് അവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയേണ്ട മറുപടിയാണ്. വളരെ കൃത്യമായി ഈ സമയത്ത് പ്രത്യേകിച്ചും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടെല്ലാം എന്ത് രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. യെസ് അഷ്റഫ് അലി, അത് വേണ്ട. പക്ഷേ അതിലപ്പുറത്തേക്ക് ഇന്നലെ നടന്ന സെമിനാറിൽ വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നു, നമ്മുടെ കയ്യിൽ ബൈറ്റും ഉണ്ട്, താങ്കൾ കേട്ട് കാണും ഈ വാർത്തയ്ക്കകത്ത്. ലീഗ് എന്ന് പറയുന്ന, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി എന്തിനാണ്? അത്തരമൊരു ആ മുസ്ലിം ലീഗ് എന്ന പേരിനെ തന്നെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ലീഗ് എന്ന പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ അവിടെ നടന്ന ഒരു പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞത്. അല്ല, ഇന്നലെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ഒരു സെമിനാറാണ് കോട്ടക്കലിൽ നടന്നത്. ഞാൻ സ്റ്റേജിലെത്തുന്ന സമയത്ത് അത്തരമൊരു സംഭാഷണം, ഒരു സംസാരം അവിടെ ഉണ്ടായിട്ടില്ല. അതിന് മുൻപ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയുകയുമില്ല. ഏതായാലും ശരി, മുസ്ലിം ലീഗ് ഒരു ആവശ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്ന് അവിടെ അതിനുശേഷം സംസാരിച്ച KT ജലീലോ അതേപോലെ തന്നെ CK അബ്ദുൽ ലത്തീഫ് സാഹിബോ അതേപോലെ തന്നെ ഇടതുപക്ഷ ചിന്തകനായ AP അഹമ്മദോ പറഞ്ഞിട്ടില്ല. അതേസമയം ചില കറക്ഷനുകൾ ആവശ്യമാണ്, ചില നിലപാടുകളിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാവുകയും ആകത്തുകയിൽ ആ ഒരു സെമിനാർ അവസാനിക്കുന്ന സമയത്ത് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ അതേപോലെ തന്നെ പിന്നോക്ക ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പുതിയ തിരുത്തലുകൾ ഉണ്ടാവുകയും അതേപോലെ തന്നെ കൂടുതൽ മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു അവസാനിപ്പിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗ് അനിവാര്യമുള്ള ഒരു സംഘടനയല്ല എന്ന രീതിയിലുള്ള ചർച്ച ഉണ്ടാവുകയോ ആ രീതിയിലുള്ള ഒരു കൂടുതൽ ചർച്ചകൾ വരികയോ ചെയ്തിട്ടില്ല. വളരെ കൃത്യമായി മുസ്ലിം ലീഗിന്റെ ഉണ്ടായിട്ടുണ്ട്, നമ്മളത് കാണിക്കുകയും ചെയ്തു. വരാം ശ്രീ TP അഷ്റഫ് അലി. A സജീവനുണ്ട്, മാധ്യമപ്രവർത്തകൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ സജീവൻ, AP വിഭാഗം ഇത്തവണ നിലപാട് മാറ്റുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? AP വിഭാഗത്തിന്റെ നിലപാട് അവര് പലപ്പോഴും എനിക്ക് നേരത്തെ SNDP യോഗം പറഞ്ഞ പോലെ അവരുടേതായിട്ട് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ടും എഫിനെ അനുകൂലിക്കുന്ന നിലപാടായിരിക്കും എടുക്കാനുള്ള സാധ്യത. അതല്ലാത്തൊരു നിലപാട് അവരെടുക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല ഇപ്പോഴും അവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എന്ന് പറയുന്നത് അത് ലീഗിനെ പലപ്പോഴും പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒന്നുകൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി പറഞ്ഞാൽ ലീഗ് എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായില്ല എന്നാണ്. പക്ഷെ ഉണ്ടായി എന്ന് മീഡിയ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ തന്നെ
ലീഗിന്റെ കാര്യം പറഞ്ഞ മുസ്ലിം എന്ന പേര് ലീഗിനോടൊപ്പം ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഇവിടെ ഒരു തരത്തിൽ ഭീകരമായ വർഗീയത ചീറ്റുന്ന മറ്റു പല പ്രസ്ഥാനങ്ങളെയും, അത് മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള പ്രസ്ഥാനങ്ങളെ ഒക്കെ അത് വളരാതിരിക്കുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തീർത്തത് മുസ്ലിം ലീഗാണ്. നേരത്തെ പല ആളുകളും പരാമർശിച്ചു. അപ്പൊ അതുകൊണ്ട് ലീഗിനെ മറ്റേതെങ്കിലും പക്ഷത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ലീഗിനെ തള്ളിപ്പറയുന്ന നിലപാടെടുക്കുന്നതിൽ കാര്യമില്ല. കാരണം ലീഗ് താരതമ്യേന മറ്റുള്ള മറ്റ് മതപ്രസ്ഥാനങ്ങളെ, മതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടി നല്ല രീതിയിൽ മതേതരത്വ നിലപാടുകൾ കൈക്കൊള്ളുന്നതാണ്. അതല്ലാത്ത പാർട്ടി പല പ്രസ്ഥാനങ്ങളും നമുക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല. അവരൊക്കെ എടുക്കുന്ന നിലപാടിനേക്കാൾ കുറെ കൂടി നല്ല നിലപാട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നിലപാടെടുക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ലീഗ് കൂടി അടുത്ത വർഗീയ നിലപാട് എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോഴത്തെ സംഘപരിവാറിന്റെ ഭീകരമായിട്ട് നിലപാടുകൾ നമുക്കറിയാവുന്നതാണ്. അത് കുറെ കൂടി ശക്തമാവുന്ന. സജീവൻ, ഞാൻ തിരിച്ചു വരാം, താങ്കളെ ദയവായി തുടരുക. കേരള മുസ്ലിം ജമാഅത്തിന്റെ ഹസൻ മുസ്ലിയാർ, വടശ്ശേരി ഹസൻ മുസ്ലിയാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വടശ്ശേരി ഹസൻ മുസ്ലിയാർ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മറിച്ചൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകുമെന്നതിന്റെ സൂചന കൊടുക്കുകയാണോ? എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഈ നിലപാടെടുക്കുന്നു എന്നതൊക്കെ വിടുക, മറിച്ച് എന്താണ് ഈ ഭരണത്തിലുള്ള അതൃപ്തി? മുസ്ലിം ലീഗിനോടുള്ള അതൃപ്തിയാണ് ചോദ്യമെങ്കിൽ മുസ്ലിം ലീഗ് എക്കാലത്തും ഏതെങ്കിലും ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ലീഗിന്റെ രൂപീകരണ കാലം തന്നെ നമുക്കറിയാം, കേരളത്തിൽ അതിന്റെ നേതൃരംഗത്ത് വന്നത് ഇവിടെ സമസ്ത കേരള ജമീയത്തുമായി വളരെ എതിർപ്പ് നീങ്ങുന്ന വഹാബി വിഭാഗവുമായിട്ട് അവർക്ക് ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും തീർത്തും ഏകപക്ഷീയമായി വഹാബി വഴിക്ക് മാത്രം നീങ്ങുമ്പോഴാണ് ആദ്യകാലത്ത് മുസ്ലിം ലീഗിനോട് സുന്നികൾക്ക് വ്യാപകമായ എതിർപ്പുണ്ടായത്. അത് പിന്നീട് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ ശക്തമായ ബഹുജന അടിത്തറയോടുകൂടെ സുന്നി പ്രസ്ഥാനം മുന്നോട്ട് വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള സഹായം സുന്നി വിഭാഗത്തിന് കിട്ടാൻ തുടങ്ങി എന്ന് കണ്ടപ്പോ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ നയം തിരുത്തുന്നതിന് പകരം അവര് സുന്നികളിൽ തന്നെ ഒരു വിഭാഗം, ലീഗിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നീങ്ങുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുകയും അങ്ങനെ ആ വിഭാഗത്തിന് മാത്രം എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നടക്കുന്നത്. നമുക്കറിയാം, മുസ്ലിം സമുദായത്തിൽ വിവിധ സംഘടനകളുണ്ട്. ഈ വിവിധ സംഘടനകളുടെ ഇടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവരൊരു മാധ്യസ്ഥ റോളിൽ ലീഗ് വരുന്നതിന് പകരം ലീഗ് എപ്പോഴും ഒരു കക്ഷിത്വത്തിന് കൂട്ടുനിൽക്കുകയാണ്. അത് മാത്രമാണ് ഞങ്ങൾക്ക് ലീഗുമായുള്ള വിരോധം. ശ്രീ വടശ്ശേരി ഹസൻ മുസ്ലിയാർ, കൃത്യമായി പറഞ്ഞാൽ EK വിഭാഗത്തോടുള്ള മമത. അതെ, മമത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ മറ്റു മുസ്ലിം സംഘടനയോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ. ഇപ്പൊ കേരളത്തിലുള്ള ഈ 5 വർഷത്തെ ഭരണത്തിൽ മറ്റു മുസ്ലിം സംഘടനകളും ഞങ്ങളുമായുള്ള സമീപനം എന്താണ് മുസ്ലിം ലീഗ് ചെയ്തത്? മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഞങ്ങളുടെ പരിപാടികൾ പങ്കെടുക്കുമ്പോൾ ലീഗ് അധ്യക്ഷൻ പിന്തുണക്കുന്ന വിഭാഗത്തിന്റെ തടസ്സം വരികയാണ്. അവരെ എതിർപ്പ് കാരണം ഞങ്ങളെ പരിപാടികൾ ലീഗ് മന്ത്രിമാർ എല്ലാവരും വിട്ടുനിൽക്കുക. ആകെ നോളേജ് സിറ്റി ഒരു തറക്കലൊരു കർമ്മത്തിൽ ലീഗിന്റെ മന്ത്രിമാർ പങ്കെടുത്തു ഒഴിച്ചാൽ ഈ 5 വർഷ ഭരണത്തിൽ ഈ വിവാദം തടയുന്നു. അപ്പോൾ അവർ മാറി നിൽക്കുന്നു. കൃത്യമായ കാര്യത്തിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളിപ്പോ ഞങ്ങളുടെ നേതൃത്വ സംബന്ധമായ തീരുമാനത്തിലേക്ക് എത്തുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോ പ്രത്യേകമായ ഈ ഇലക്ഷനായാലും നിർദ്ദേശങ്ങളിലേക്കും ഞങ്ങൾ വന്നിട്ടില്ല. അതിന് ഇനിയും ദിവസങ്ങൾ ഉണ്ടായത് കൊണ്ട് അത് ഞങ്ങൾ പ്രത്യേകമായ വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക് ഇപ്പോൾ അതിലെത്തിയിട്ടില്ല. പ്രചാരണത്തിന്റെ അന്തിമ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതിലൊരു തീരുമാനം നിങ്ങൾ പ്രഖ്യാപിക്കും? തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളവരല്ലേ. അപ്പൊ ഞങ്ങളെ താല്പര്യം ആരാണ് സംരക്ഷിക്കുക എന്നെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക. അത് മനുഷ്യ സഹജമാണ്. ആ നിലക്കുള്ള ശ്രീ TP അഷ്റഫ് അലി ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് കരുതുന്നു. അഷ്റഫ് അലി, കൃത്യമായി കേട്ടല്ലോ ലീഗ് എടുത്ത നിലപാടുകൾ. അത് ഈ വിഭാഗത്തിന് എതിരായിരുന്നു. EK വിഭാഗത്തിന് അനുകൂലമായ നിലപാടുകൾ എടുത്തു എന്ന് തന്നെയാണ് അതൃപ്തി. അതുകൊണ്ട് ഇത്തവണ മറിച്ചൊരു നിലപാടിലേക്ക് പോകുമെന്നതിന്റെ സൂചന തന്നെയാണ് തരുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിലെ മറ്റ് സംഘടനകൾ, അവാന്തര വിഭാഗങ്ങൾ, അത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയപരമായ മുന്നേറ്റത്തിൽ കൂടെ ഉണ്ടാകണമെന്ന നയവും നിലപാടുമാണ് മുസ്ലിം ലീഗിനുള്ളത്. ആ നയവും നിലപാടും അനുസരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ്
മുന്നോട്ട് പോകാറുണ്ട്. കാന്തപുരം വിഭാഗത്തിന്റെ വിവിധങ്ങളായ ചടങ്ങുകളിൽ മുസ്ലിം ലീഗിന്റെ പല പ്രതിനിധികൾ, അത് ഏതൊക്കെ പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന് പാർട്ടി കൂടി ആലോചിച്ച് വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കുകയും അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുമുള്ള ഒരു താല്പര്യമാണ് മുസ്ലിം ലീഗ് കാണിച്ചിട്ടുള്ളത്. അതിൽ ചില പ്രശ്നങ്ങൾ ഏതെങ്കിലും സമയത്തോ ഘട്ടത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചർച്ചകൾ ഉണ്ടാവുകയും ചില ധാരണകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. ഇനിയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണരംഗത്തുണ്ടാകുന്ന സമയത്തും അതുപോലെ തന്നെ ഭരണമില്ലാത്ത സമയത്താണെങ്കിലും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായ ഒരു പൊതു പ്ലാറ്റ്ഫോമായി നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം. വ്യക്തമാണ്. ശ്രീ സജീവൻ, ഇത്തവണ ഇവർ നിലപാട് മാറ്റുമെന്നതിന്റെ സൂചനയാണല്ലോ ഇപ്പോൾ കേട്ടത്. ആ നിലയ്ക്ക് അത് എന്തായിരിക്കാം ആ നിലപാട് മാറ്റം? ഇപ്പോൾ പറയുന്ന ന്യായീകരണങ്ങൾ ധാരാളമാണോ? അല്ല, അവർ പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട്. അവർക്ക് അനുകൂലമായിട്ട് ആര് സഹായിക്കുന്നുവോ അതോ അവിടെ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മറുവിഭാഗത്ത് സമസ്തയുടെ നിലപാടുകളോട് യോജിക്കുന്ന ഒരു നിലപാടാണ് ലീഗ് എടുക്കുന്നത്. അതാണ് അവരുടെ പ്രശ്നം. സമസ്തയുടെ ആളുകളെ പ്രശ്നമാണല്ലോ ശ്രീ സജീവൻ. തീർച്ചയല്ല, അത് ഏത് പാർട്ടി ഭരിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് ഏതും ഒരാൾക്ക് ഒരു സ്ഥാനം കൊടുക്കണം. ഇപ്പം രാജ്യം പറ്റി ചെയർമാൻ സ്ഥാനമോ വഖഫ് ബോർഡിന്റെ ചുമതലയോ ഒക്കെ കൊടുക്കുമ്പോൾ ഏതും ഒരാൾക്ക് അതുകൊണ്ട് ഇവർ പ്രശ്നം ഈ സമസ്തയുമായിട്ട് AP വിഭാഗത്തിനുള്ള ഒരു വലിയ തർക്കമുണ്ട്. ആ തർക്കമാണ് അവർക്കുള്ള പ്രശ്നം. അത് അവർക്ക് മറ്റവർക്ക് കൊടുക്കാതിരിക്കുക, ഞങ്ങളെ പരിഗണിക്കുക എന്നുള്ള നിലപാടാണ്. അതിന് ഞാൻ അവരോട് ആ തർക്കത്തിൽ ഞാൻ ഒരു പാർട്ടിയാവുന്നില്ല, ഒരു അഭിപ്രായം പറയുന്നില്ല. അവർ പക്ഷെ എടുക്കുന്ന നിലപാട് ലീഗ് പൂർണ്ണമായിട്ടും തങ്ങളെ പരിഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് സ്ഥാനം നൽകണം. അത് സ്വാഭാവികമായിട്ട് ഒരു പ്രസ്ഥാനം, സുന്നി പ്രസ്ഥാനം രണ്ട് വിഭാഗമായിട്ട് മാറി ഘട്ടമുതലുള്ള തർക്കമാണിത്. ആ തർക്കത്തിന്റെ പ്രശ്നം മാത്രമാണ് ഇവർക്ക് ലീഗുമായിട്ടുള്ളത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളല്ല. ഇപ്പോഴും അവർ ആവർത്തിച്ച് പറയുന്നതാണ് ഞങ്ങൾക്ക് കൂടുതൽ പരിഗണന. സ്വാഭാവികമായിട്ടും മറുഭാഗത്തിന് എതിർപ്പുണ്ടാവില്ല. മാത്രമല്ല ലീഗ് ഒരു വിഭാഗത്തെ മാത്രമല്ല, ലീഗിൽ ഇപ്പൊ നമുക്കറിയാവുന്നതാണ്, ലീഗില് പിന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, അതല്ലാതെ പിന്നെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതിൽ തന്നെ രണ്ട് വിഭാഗം, മടൂർ വിഭാഗവും പിന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇങ്ങനെ ഇതിൽ ഇന്ന വിഭാഗക്കാർ മാത്രമേ പാടുള്ളൂ എന്നില്ല. മാത്രമല്ല അവര് ഈ മറ്റ് ജാതിയിൽപ്പെട്ട ആളുകളെ മതത്തിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോ അതിന് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് പിന്നെ സമസ്തയുമായിട്ടുള്ള എതിർപ്പ്, ആ എതിർപ്പിൽ ഇവർ മേൽക്കൈ കിട്ടണമെന്നോ അല്ലെങ്കിൽ ഇവർക്ക് പ്രത്യേക പരിഗണന കിട്ടണമെന്നല്ല. അതില്ലെങ്കിൽ ഞങ്ങൾ അപ്പുറത്ത് പോകുന്നുള്ളത്. അത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ്, രാഷ്ട്രീയം എടുത്തിരുന്നതാണ്. AP വിഭാഗത്തിന്റെ വ്യക്തമാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ശ്രീ വടശ്ശേരി ഹസൻ മുസ്ലിയാർ, TP അഷ്റഫ് അലി, നന്ദി.